അപ്പൊ കഴിഞ്ഞ ദിവസം ചേട്ടൻ ബട്ടർ മേടിച്ചുകൊണ്ടുവന്നില്ലേ, അപ്പൊ ഇന്ന് മുതലുള്ള പരീക്ഷണത്തിൽ ബട്ടർ ചേർക്കാട്ടെ നമുക്ക്. അപ്പോ നമ്മുടെ റോസിനെല്ലാം പൂവിടുന്നുണ്ട്. 3 റോസ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ ഇവക്കടെ ജോലി എപ്പോഴും അമ്പലങ്ങളിലൊക്കെ പോകുന്നതാണ്. ഇവര് രണ്ടുപേരുള്ളത്. ഇവർക്ക് നമ്മുടെ വീടിനെ അലങ്കരിക്കലും തുമ്പികൾക്ക് തേൻ കൊടുക്കലാണ്. അത് 3 ഉള്ളൂ. ആരും ചോദിക്കരുതട്ടാ. ഞാനെപ്പോ ചെടി കാണിച്ചാലും എല്ലാവരും എനിക്ക് തരുമോ എന്ന് ചോദിക്കും. പലർക്കും കൊടുക്കണുണ്ട്. പക്ഷെ ഇപ്പോ ചെടികളുടെ കാര്യമൊക്കെ ഭയങ്കര ശോകമായിട്ട് നിൽക്കണേ. അപ്പൊ റോസിന്റെ കൊമ്പ് വെട്ടി പലർക്കും കൊടുത്തു. പിന്നെ കുറച്ച് കാൽസ്യം ട്രീറ്റ്മെന്റ് ഒക്കെ നിർത്തിയാക്കി. എന്നിട്ട് അതുകൊണ്ടാണ് പൂവിടുന്നത്. പിന്നെ ഈ മഴക്കാലം ആയതുകൊണ്ട് ചെടികളൊക്കെ ആകെ പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ആരും ചോദിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നത്തെ കടി ചപ്പാത്തി അല്ല, ചപ്പാത്തിയുടെ ഉള്ളിൽ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ബട്ടറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാന്ന് കരുതിയിട്ടാ. അപ്പൊ ചപ്പാത്തി വരുത്താൻ നമ്മുടെ സഹായി ഉണ്ട്. അപ്പോ നമ്മുടെ ഈ ബോണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഫില്ലിങ് ഇല്ലേ, നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് അങ്ങനെ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ഈ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് 4 വശവും മടക്കിയിട്ട് ബട്ടർ ഒഴിച്ചിട്ട് 2 വശം മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടാ. സംഭവം നന്നായിട്ടുണ്ട്. പക്ഷെ ഗ്യാസ് ട്രബിൾ ഉള്ളവർ ഇത് പരീക്ഷിക്കണ്ട കേട്ടാ.